നമ്മളിന്ന് എല്ലാവരും കൂടിയിട്ട് ട്രിപ്പിന് പോവുകയാണ്. ഫുൾ പ്ലാൻഡ് ആണിത്. ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ദിവസത്തെ ട്രിപ്പ്. അപ്പോൾ അതാ പോകുന്ന വഴിക്ക് നല്ല വ്യൂ ആണ്. അപ്പുറം ഇപ്പുറമൊക്കെ മലകളും ഇതൊക്കെ ആയിട്ട് നല്ല വ്യൂ ആണ്. ഒരു ഒറ്റപ്പെട്ടൊരു സ്ഥലത്തേക്ക് പോകുന്ന പോലെ ഉണ്ടായിരുന്നു. കാരണം വണ്ടികളൊക്കെ കുറവായിരുന്നു. പക്ഷേ ഞങ്ങൾ നാഷണൽ ഹൈവേയിൽ ലീവിൻ്റെ സമയത്ത് പോയത്. അപ്പോൾ നല്ല ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ കാണാൻ പറ്റുന്നില്ല അതിൻ്റെ റോഡിൽ. ഞങ്ങളൊരു രാവിലെ 10:00 വിട്ടിട്ട് അവിടെ നിന്നൊരു 12:30 ആകുമ്പോൾ എത്തിയിട്ടോലായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ കണ്ട് ഫുൾ അങ്ങോട്ട് അപ്പുറം ഇപ്പുറമൊക്കെ മലകളാണ്. അങ്ങോട്ട് എത്തുമ്പോൾ വണ്ടികളൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് വിചാരിച്ചാൽ വാദി ഡൈക്ക ഡാമിലേക്കാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ അവിടെ പോകാൻ കണ്ടോ അപ്പുറമൊക്കെ മലകളാണ്. നല്ല വ്യൂ ആണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിക്ക് തന്നെ പിന്നെ പോകുന്ന വഴിക്ക് ചെറിയ അങ്ങോട്ട് ഇവിടെയൊക്കെ വീടുകൾ കാണാം. ഒരു ചെറിയ ഇങ്ങനെ ഗ്രാമം പോലെ അങ്ങനെ ആക്കിയിട്ടായിട്ട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ ഷോപ്പും കാര്യങ്ങളൊന്നും ഒന്നുമില്ല കേട്ടോ. അല്ലേ നമ്മൾ തന്നെ കരുതണം. നല്ല രസമായിരുന്നു കേട്ടോ. നല്ല വ്യൂസും കാര്യങ്ങളായതുകൊണ്ട് തന്നെ തണുപ്പായതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല ട്രാവലിങ്ങിന്. സൂര്യൻ അടിക്കുന്നുണ്ടെങ്കിലും അത്ര വലിയ വെയിലൊന്നും ഏൽക്കുന്നുണ്ടായിരുന്നില്ല. ചൂടില്ല, കുറവാണ്. അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം അതിന് മുമ്പ് നമ്മളിങ്ങനെ പറയുന്നുണ്ട് അതിൻ്റെ താഴെ എവിടെയെങ്കിലും പ്ലേസ് ഉണ്ടെങ്കിൽ നമുക്കിരുന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ. പക്ഷെ അതൊന്നും വേണ്ടി വന്നിരുന്നില്ല. കാരണം അവിടെ പോയിട്ട് കുറേ വർഷമായിട്ട്. അതിന് മുമ്പ് അവിടെ പോയപ്പോൾ അങ്ങനെ ഒന്നും ആയിരുന്നില്ല സെറ്റപ്പ്. അപ്പോൾ അവിടെ പോയി നമുക്ക് കാണാൻ പറ്റും. ഞങ്ങളവിടെ എത്തി കേട്ടോ. അവിടെ എത്തി ഒരു ചെറിയ എൻട്രി ഉണ്ട്. അപ്പോൾ ഒരു എൻട്രി ഫീ ഉണ്ട്. അപ്പോൾ പെർ പേഴ്സൺ അതുകൊണ്ട് എല്ലാവരും നല്ല തിരക്കാണ്. എല്ലാവരും ഓരോ പ്ലേസ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൗസ് സർവീസൊക്കെ ഉണ്ട്. അതിന് ഞങ്ങൾ പോയി ചോദിച്ചു കേട്ടോ സർവീസ് എത്ര മണിക്കാണ് അപ്പോൾ തുടങ്ങാമെന്നൊക്കെ. ഇപ്പോൾ നല്ല ഉച്ച സമയം 12:30 ആയതുള്ളൂ. നല്ല വിശപ്പുണ്ടതിന് മുമ്പ് നമുക്ക് ഒരു സീറ്റ് കണ്ടുപിടിക്കണം. അവരെന്നെ അറേഞ്ച് ചെയ്തിട്ട് തരും കേട്ടോ. ചെറിയൊരു ചാർജ് ഉണ്ട്. അവരൊക്കെ ഞങ്ങൾക്ക് ചെയർ ഉണ്ടോ അത് നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. കുഷീനൊക്കെ ഇതൊക്കെ ഇട്ടിട്ടൊരു ടേബിളും ആ ഒരു സീറ്റ് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ ഞങ്ങളൊരു മരത്തിൻ്റെ ഇടയിൽ ഇരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ അവിടെ വെച്ച് വായൊക്കെ വെച്ചിരുന്നിട്ട് എന്നിട്ട് ഫുഡ് കഴിച്ച് നല്ല വിശപ്പായതുകൊണ്ട് തന്നെ ഇന്നലെ വന്നപാടെ തന്നെ ഫുഡൊക്കെ അങ്ങ് അകത്താക്കി. പിന്നെ ഞാൻ വിചാരിച്ചു ഡാമിലെ വെള്ളം ഇവിടെ മഴയാണോ എങ്ങനെയാണോ ഇത് മഴേൻ്റെ ഇടയ്ക്കെന്ന് വരുന്നത്. അപ്പോൾ ഫുള്ള് മഴവെള്ളമാണ് കേട്ടോ. അത് ഞാൻ പിന്നെ അറിഞ്ഞത് അവിടെ മഴവെള്ളമാണെന്ന്. അപ്പോൾ ഈ ഡാം ഞങ്ങൾ പോയ സമയത്ത് തുറന്നിട്ടുണ്ടായിരുന്നു. തുറക്കുന്നത് വിചാരിച്ചത്. പക്ഷേങ്കിൽ ഡിസംബർ 6 തീയതി തൊട്ട് തുറക്കുന്നതാണ് കേട്ടത്. ഞങ്ങൾ നാഷണൽ ഡേൻ്റെ ലീവിനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ കിടന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് എല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കാൻ മറ്റേ ചെമ്പും ഇതൊക്കെ എടുത്ത് ബിരിയാണിയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗെയിമൊക്കെ കളിച്ചു കേട്ടോ. ഇങ്ങനെ ഈ ബോട്ടിൽ വീണാൽ ഞാനത് ചെയ്യും, ഞാനിത് ചെയ്യും, അല്ലെങ്കിൽ ചോക്ലേറ്റ് മേടിച്ച് തരും, അങ്ങനെയൊക്കെ പറഞ്ഞവരോട് ഓരോ ഡീലിങ്ങനെ പറയും. അങ്ങനെ അതൊക്കെ ചെയ്തിട്ടോ. ചെവി അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. കൈലാസം അതിൻ്റെ ഇടയ്ക്ക് ചെവി വേദനയൊക്കെ ഉണ്ടായിരുന്നു. തണുപ്പ് അവിടെ കാറ്റടിച്ചുകൊണ്ടാണോ അറിയില്ല. ഇതിൻ്റെ മുകളിൽ നല്ല തണുപ്പായിരുന്നു. പിന്നെ ഇവിടുത്തെ അണക്കെട്ടിലെ വെള്ളം ഉണ്ടല്ലോ കൊറിയാത്തിലേക്കുള്ള കുടിവെള്ളം നൽകാൻ വേണ്ടി നിർമ്മിച്ചാണ് കേട്ടോ. പിന്നെ കൃഷിക്ക് അതിനൊക്കെ വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ്. അന്നേരമൊക്കെ അത് ഓപ്പൺ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അവിടെ കൃഷി ആവശ്യങ്ങൾക്കായിട്ട് ഇങ്ങനെ 4 വരികളായിട്ടാണ് അത് പോകുന്നത്. അപ്പോൾ അവിടെയുള്ള ഗ്രാമങ്ങളിലൊക്കെ ഇതെത്തും. നല്ല രസമാണെന്നാണ് പറഞ്ഞത് ഡാം ഓപ്പൺ ചെയ്യുമ്പോൾ. പക്ഷേ ഞങ്ങൾ എത്തിയ സമയത്ത് അത് ഓപ്പൺ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഓപ്പണിംഗ് ആണെന്ന് കേട്ടത്. അപ്പോൾ ആരെയും കൊണ്ടൊന്ന് പോയി നോക്കുക, കാണാം. നല്ലൊരു വ്യൂ തന്നെയാണ്. നല്ല പോകേണ്ട ഒരു സ്ഥലമാണ്. ഒമാനിലുള്ളവർ പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത്. ഞങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക് നടന്നു കേട്ടോ. ഒന്നെല്ലാം കാണാൻ വേണ്ടിയിട്ട്, ഡാമൊന്ന് ഫുൾ കാണാൻ വേണ്ടിയിട്ട്. ഈ പാർക്കൊന്നും ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് അടുത്ത കാലത്ത് എങ്ങാനും വന്നതാണ് കേട്ടോ. അപ്പോൾ എൻട്രി ഫീ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ അടുത്ത കാലത്ത് വന്നത്. കാരണം ഇതിന് മുമ്പ് ഇവർ വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അവരങ്ങ് താഴെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുളിക്കാനൊക്കെ പറ്റും അതിൻ്റെ താഴേന്ന്. ഈ ഡാം തുറക്കുന്ന ആ സൈഡ് അവിടെ കുളിക്കാനൊക്കെ. ഇപ്പോൾ ഡാം കുറേ ആയിരുന്നു തുറക്കാത്ത. അപ്പോൾ വെള്ളമൊക്കെ മോശമാണ്. അപ്പോൾ അവിടെ ആരും അങ്ങനെ കുളിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ താഴെ അങ്ങ് പോയില്ലെങ്കിൽ മുകളിലേക്ക് കയറി വന്നത്. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത് ഞങ്ങളിങ്ങനെ കാണാൻ ഇറങ്ങിയിട്ടോ. വെയിലൊക്കെ കുറഞ്ഞിട്ടാണ് ഞങ്ങൾ കാണാൻ ഇറങ്ങിയത്. കാരണം നല്ല വ്യൂ ആണ് അങ്ങോട്ടൊക്കെ. ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക അവിടെ. എന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി റിലാക്സേഷൻ അവിടെ വന്നാൽ. അവിടെ ഒരു ടവർ ഉണ്ട്. അവിടെ കോഫി ഷോപ്പാണിത്. അതൊരു കോഫി ഷോപ്പാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുകളിൽ കയറി. ടവർ കഫേ എന്ന പേര്. അപ്പോൾ അവിടെ കയറി നല്ല വ്യൂ ആണ്. അപ്പോൾ അവർ പറഞ്ഞു കോഫി കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് വ്യൂസൊക്കെ കാണാൻ പറ്റൂ, ഫോട്ടോ എടുക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോസ് എടുത്തിട്ട് താഴേക്ക് വന്നു. അപ്പോൾ ഇവയ്ക്ക് അവിടെ നിന്ന് കോഫി കൊടുക്കുന്നത് ഭയങ്കര നിർബന്ധമായിരുന്നു. അതും ദേഷ്യം പിടിച്ച് അവനങ്ങ് താഴേക്ക് ഇറങ്ങിപ്പോയി. ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ഞങ്ങൾ താഴെയാണ്, അത് കണ്ടോ, അവിടെ താഴെയാണ് കുളിക്കാനൊക്കെ പറ്റിയ സ്ഥലം. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് വന്നു കേട്ടോ. ഈവനിങ് ആകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നല്ല രസം ഇവിടെ. പിന്നെ ഞങ്ങൾ തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വന്നു. ഈവനിങ് ആയതുകൊണ്ട് തന്നെ സ്നാക്സ് ഒന്നും കഴിക്കാൻ വിചാരിച്ച് തിരിച്ചു വന്നു കേട്ടോ.
അങ്ങനെ അവിടെ ഒന്ന് സ്നാക്സൊക്കെ കഴിച്ചു. സ്നാക്സൊക്കെ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടെ കിട്ടും ചായയും സ്നാക്സൊക്കെ ഉണ്ട്. എന്നാലും മിക്ക ആൾക്കാരും അവിടെ നിന്ന് ഉണ്ടാക്കി കഴിക്കുക ചെയ്യുന്നത്. ഫാമിലീസൊക്കെ വന്നിട്ട് നൈറ്റ് ആകുമ്പം എന്തോ പാർട്ടി പോലെ എന്തോ പരിപാടി ഉണ്ടെന്നൊന്നും അറിയില്ല. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ ചെറിയ ചെറിയ സ്റ്റാളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഈവനിങ് ആകുമ്പോൾ അവിടുത്തെ ലോക്കൽസ് അങ്ങനെ എന്തൊക്കെയോ വിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. അതൊക്കെ നോക്കി ഇന്ന് ലാസ്റ്റ് അവിടെ നിന്ന് വന്നു കേട്ടോ. അപ്പോൾ റോപ്പ് വേ ഉണ്ട് അവിടെ. അതൊക്കെ നോക്കിയപ്പോൾ ഒരാൾക്ക് 10 റിയാലാണ്. അവിടെ നിന്ന് അപ്പുറത്തെ സൈഡ് പോയിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പുറത്തെ സൈഡ് പോകണമെങ്കിൽ താഴെ ബോട്ട് സർവീസ് ഉണ്ട്. ബോട്ട് സർവീസിലൂടെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നത്, അവിടെ ആ മലേൻ്റെ മുകളിൽ എത്തുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരിക ചെയ്യുന്നത്. അപ്പോൾ ഫുൾ ലേഡീസ് ആയിരുന്നേ. ഒരു ജെൻറ്റ്സ് പോലും കയറിയിട്ടുണ്ടായിരുന്നില്ല. ഫുൾ ലേഡീസൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. 5-6 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു നല്ല ധൈര്യം വേണം. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മെയിൻ എൻട്രൻസ് ഇവിടെ നിന്നാണ് കേട്ടോ. അവിടെ നിന്ന് ഇതിലേക്കൂടെയാണ് ഞങ്ങൾ ഉച്ച സമയത്ത് വന്നത്. ഇപ്പോൾ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. വാദി ഡേക്ക കണ്ടോ അവിടെ എഴുതിയിട്ട് വെൽക്കം ടു വാദി ഡേക്ക. ഇതാ എൻട്രൻസ്. ഇപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. നല്ല തിരക്കാണ്. ഇങ്ങോട്ട് പാർക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ കണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ. പുതിയ വീഡിയോ കാണാം.